ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് 3 ഇംഗ്ലീഷ് യൂണിറ്റ് 1 ആക്ടിവിറ്റി 13 തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് ഒരു മൂന്ന് കോളങ്ങളിലേക്ക് സാധനങ്ങൾ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോവാം. Classify the given terms into kitchen utensils, food items, and food ingredients. There are numerous terms given below. We should classify them into kitchen utensils, food items, and food ingredients. നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരുപാട് സാധനങ്ങളുടെ പേര് തന്നിട്ടുണ്ട്. ഇത് കിച്ചൺ യൂട്ടൻസിൽസ്, കിച്ചണിൽ ഉപയോഗിക്കുന്നവ, ഫുഡ് ഐറ്റംസ്, ഭക്ഷണം ആയിട്ട് ഉപയോഗിക്കുന്നവ, ഫുഡ് ഇൻഗ്രീഡിയൻസ്, ഭക്ഷണത്തിൽ ചേർക്കുന്നവ എന്ന രീതിയിൽ തരംതിരിക്കണം. സ്പൂൺ, പ്ലേറ്റ്, എഗ്, പ്രഷർ കുക്കർ, ബനാന, ചില്ലി പൗഡർ, സാൾട്ട്, ബൗൾ, നൈഫ്, ഷുഗർ, ഫോർക്ക്, ടീ ലീവ്സ്, കെറ്റിൽ, ഫ്രൈയിങ് പാൻ, സീവ്, വോക്ക്, കൊറിയാൻഡർ പൗഡർ, mint leaves, rolling pin, spatula, grater, ladle, samba powder, tomato, ginger, strainer, rice pot, boiled rice, clay pan, earthenware, kitchen stove, oven, hearth, grinding stone, hoop, mortar and pestle, fried dumplings, steamed dumplings, banana fritters, steamed rice cake, ghee rice, rice soup, sardine fry, lentil fritters, string hoppers, cooked rice എന്നിവയാണ് ഇതിൽ തന്നിരിക്കുന്നത്. നമുക്ക് ഒട്ടും നമ്മുടെ ജീവിതത്തിൽ കേട്ട് പരിചയമില്ലാത്ത ഒരുപാട് വാക്കുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്നെടുത്ത് ഒരുപാട് സമയം പോകുന്നത് കൊണ്ട് തന്നെ ആ 3 കോളമാക്കി തിരിച്ച് അതിൽ നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ ഒന്ന് വിശദീകരിച്ചു കൂടി തരാമെന്ന് കരുതുന്നു. നമുക്ക് നോക്കാം. ആദ്യം കിച്ചൺ യൂട്ടൻസിൽസ്: സ്പൂണ്, പ്ലേറ്റ്, പ്രഷർ കുക്കർ, ബോള്, നൈഫ്, ഫോർക്ക്, കെറ്റില്, ഫ്രൈയിങ് പാൻ. അത് കഴിഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത ഒന്ന് വരുന്നത് സീവ് ആണ്. സീവ് എന്ന് പറഞ്ഞാൽ അരിപ്പയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. എന്താ പറയാ? അരിപ്പ, സീവ്. സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പ. അടുത്തതായിട്ട് വോക്ക് എന്ന സാധനവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല. വോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ചീനച്ചട്ടിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. വോക്ക്, ചീനച്ചട്ടി. അടുത്തത് റോളിംഗ് പിന്നാണ്. റോളിംഗ് പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ആ ഒരു ഇതിനാണ് റോളിംഗ് പിൻ എന്ന് പറയാ. സ്പാച്ചുല എന്ന് പറഞ്ഞാൽ എന്താണ്? തവിയാണ്. സ്പാച്ചുല എന്ന് പറഞ്ഞാൽ തവി. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഗ്രാറ്റർ. ഗ്രാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചിരവയാണ്. ഗ്രാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരവ. അത് മറന്നുകൊണ്ട. ഗ്രാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരവ. അടുത്ത ലാഡിലാണ്. ലാഡിൽ എന്ന് പറഞ്ഞാൽ എന്താ? ലാഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തവി അല്ലെങ്കിൽ വലിയ കരണ്ടി എന്നൊക്കെയാണ് ലാഡിലിൻ്റെ അർത്ഥം വരുന്നത്. അടുത്തതായിട്ട് സ്ട്രെയിനർ ആണ് വരുന്നത്. സ്ട്രെയിനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അരിപ്പ തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സ്ട്രെയിനർ, അരിപ്പ. റൈസ് പോട്ട്, അരി വെക്കുന്ന കലത്തിനെയാണ് നമ്മൾ റൈസ് പോട്ട് എന്ന് പറയാ. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ക്ലേ പാൻ ആണ്. ക്ലേ പാൻ എന്ന് പറഞ്ഞാൽ മൺപാത്രം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലേ പാൻ എന്ന് പറഞ്ഞാൽ മൺപാത്രം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും അവിടെ അറിഞ്ഞു വെക്കുക. പിന്നെ എർത്തൻ വെയർസ് എന്ന് പറഞ്ഞാലും എന്താണ്? നമ്മുടെ ഈ ഒരു മൺപാത്രങ്ങളെ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ കിച്ചൺ സ്റ്റൗ നിങ്ങൾക്കറിയായിരിക്കും, ഓവൻ നിങ്ങൾക്കറിയായിരിക്കും. ഇനി അടുത്തതായിട്ട് ഹെർത്ത് എന്നുള്ളത് എന്നാണ് അറിയേണ്ടത്. ഹെർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പാണ്. അടുപ്പ് എന്താണ്? ഒരു കിച്ചൺ യൂട്ടിലിറ്റീസ് ആണ്. ഗ്രൈൻഡിങ് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഗ്രൈൻഡിങ് സ്റ്റോൺ. അത് നമുക്ക് അധികം പരിചയമില്ലെങ്കിലും നമുക്ക് അറിയാവുന്ന ഒരു സാധനം തന്നെയാണ്. നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ വേണ്ടി ഒരു കല്ല്, ആ കല്ലിനാണ് ഗ്രൈൻഡിങ് സ്റ്റോൺ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് സ്കൂപ്പാണ്. സ്കൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്താ സ്കൂപ്പിന്റെ അർത്ഥം ആർക്കെങ്കിലും അറിയോ? സ്കൂപ്പിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളിപ്പം ഐസ്ക്രീം ഒക്കെ സ്കൂപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കത് കോണിൽ തേച്ച് തരാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഇങ്ങനെ നമ്മൾ കോരുന്നില്ലേ, ആ കോരുന്ന സാധനത്തിനാണ് സ്കൂപ്പ് എന്ന് പറയാ എന്നുള്ളതും കൂടെ എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമ്മുടെ മോർട്ടർ ആൻഡ് പെസ്റ്റലാണ്. നമ്മളിങ്ങനെ മരുന്നൊക്കെ അരയ്ക്കാൻ വേണ്ടി ഒരു കുഴമ്പ് രൂപത്തിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബോൾ പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അതേപോലെ അതിന് പിടിക്കാൻ വേണ്ടിയിട്ട്, അത് അരയ്ക്കാൻ വേണ്ടിയിട്ടൊരു കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടാവും. അതിനാണ് നമ്മൾ ഈ മോർട്ടർ ആൻഡ് പെസ്റ്റൽ എന്ന് പറയുക എന്നുള്ളതും കൂടെ എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. അപ്പൊ നമ്മളിപ്പം എന്ത് തീർന്നു? ഒരു കിച്ചൺ യൂട്ടൻസിൽസ് തീർന്നു. ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് എന്താണ്? ഫുഡ് ഐറ്റംസ് ആണ്. ഫുഡ് ഐറ്റംസിൽ ഫ്രൈഡ് ഡംപ്ലിങ്സ്, സ്റ്റീംഡ് ഡംപ്ലിങ്സ്. ഫ്രൈഡ് എന്ന് വെച്ചാൽ ഫ്രൈ ചെയ്തിട്ടുള്ള, സ്റ്റീംഡ് എന്ന് വെച്ചാൽ ആവി കയറ്റിയിട്ടുള്ള എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് ബനാന ഫ്രിറ്റേഴ്സ് ഉണ്ട്. ബനാന ഫ്രിറ്റർ എന്ന് വെച്ചാൽ എന്താന്ന് മലയാളത്തിൽ അറിയോ? ബനാന ഫ്രിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴംപൊരിക്കാണ് ബനാന സ്പ്രിറ്റഡ് എന്ന് പറയാ, ഫ്രിറ്റേഴ്സ് എന്ന് പറയാം. ബനാന ഫ്രിറ്റേഴ്സ് പഴംപൊരി. സ്റ്റീംഡ് റൈസ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവിയിൽ ഉണ്ടാക്കിയ അരിയുടെ കേക്ക് എന്നുള്ളതാണ് ഉദ്ദേശം. ഗീ റൈസ്, നെയ്ച്ചോറ്. പിന്നെ റൈസ് സൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അരി കൊണ്ടുണ്ടാക്കിയ സൂപ്പ് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. സാർഡൈൻ എന്ന് വെച്ചാൽ നമ്മളെ മത്തിയാണ് നമ്മൾ സാർഡൈൻ എന്ന് പറയാ. സാർഡൈൻ ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? മത്തി പൊരിച്ചത് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ലെൻറ്റിൽ ഫ്രിറ്റേഴ്സ് എന്നുള്ളതാണ് പറയുന്നത്. ലെൻറ്റിൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ പയർവർഗ്ഗങ്ങളെയാണ് ലെൻറ്റിൽസ് എന്ന് പറയാ. ലെൻറ്റിൽസ് എന്ന് വെച്ചാൽ പയർ. ഇനി സ്ട്രിങ് ഹോപ്പേഴ്സ് ആണ് അടുത്തത്. സ്ട്രിങ് ഹോപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്ട്രിങ് ഹോപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിയപ്പമാണ് ഉദ്ദേശിക്കുന്നത്. സ്ട്രിങ് ഹോപ്പേഴ്സ് ഇടിയപ്പം. അത് കഴിഞ്ഞ് കുക്ക്ഡ് റൈസും കൂടെ അവിടെയുണ്ട്. ഇനി ഫുഡ് ഇൻഗ്രീഡിയൻസ്, ഫുഡിൽ ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അവസാനമായിട്ട് പറയുന്നത്. അതിൽ എഗ്ഗ് മുട്ട, ബനാന പഴം, ചില്ലി പൗഡർ എന്ന് വെച്ചാൽ മുളക് പൊടി, സാൾട്ട് ഉണ്ട്, ഷുഗർ പഞ്ചസാരയുണ്ട്, ടീ ലീവ്സ് ചായപ്പൊടി, കൊറിയാണ്ടർ പൗഡർ. അതായിരിക്കും നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത ഒരു വേർഡായിട്ട് മിക്കവാറും വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കൊറിയാണ്ടർ പൗഡർ എന്ന് വെച്ചാൽ മല്ലി ഇലയാണ്. എന്താണ്? മല്ലി ഇല. അത് മറക്കാണ്ടിരിക്കുക. കൊറിയാണ്ടർ പൗഡർ, മല്ലി ഇല. ഇനി മിന്റ് ലീവ്സ് എന്ന് വെച്ചാൽ തുളസിയുടെ ഇലകളാണ് ഉദ്ദേശിക്കുന്നത്. സാമ്പാർ പൗഡർ നിങ്ങൾക്കറിയാം, സാമ്പാറിന് ഉപയോഗിക്കുന്ന പൊടി. ഇനി ടൊമാറ്റോ എന്ന് പറയുന്നത് തക്കാളി, ജിഞ്ചർ എന്ന് പറയുന്നത് ഏതാണ്? ഇഞ്ചിയാണ്. ഇത്രയുമാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. വളരെ വിശദീകരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ ഒരുപാട് സമയം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഓരോന്ന് എടുത്തുകൊണ്ട് നമ്മൾ പോവാതിരുന്നത്. പക്ഷേ നിങ്ങളൊരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യിക്കുമ്പോൾ കുട്ടിയോട് ഇത് ഓരോന്നും കാണിച്ച് വായിക്കാൻ പറഞ്ഞ് ഇത് കിച്ചൺ യൂട്ടൻസിൽസ് ആണോ, ഇത് ഫുഡ് ഐറ്റം ആണോ, ഇത് ഫുഡ് ഇൻഗ്രീഡിയൻ്റ് ആണോ എന്ന നിലയിൽ തന്നെ ചോദിച്ചുകൊണ്ട് എന്ത് വേണം? ചോദിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഉത്തരത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.